തിരുവനന്തപുരത്ത് പോലീസുകാരനെ മർദ്ദിച്ച 2 SFI പ്രവർത്തകർ അറസ്റ്റിൽ. കേസിലാകെ 6 പ്രതികൾ. മർദ്ദനമേറ്റ പോലീസുകാരനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയതിൽ സേനയിൽ അമർഷം. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ നാളെ സുപ്രീം കോടതിയിൽ. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. സത്യവാങ്മൂലം തിരുത്തണമെന്ന് NSS. വ്യക്തമായ നിലപാട് പറയാതെ CPM നേതൃത്വം. ഹർജി കോടതിയിൽ വരട്ടെയെന്ന് നിയമമന്ത്രി. മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. ഗാന്ധിജി സ്വപ്നം കണ്ട പുരോഗതി കൈവരിച്ച ഏക സംസ്ഥാനമെന്നും പുകഴ്ത്തൽ. കേരളം പുതിയ മാതൃകകൾ ഉണ്ടാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നതെന്ന് സണ്ണി ജോസഫ്. തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ്. മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതിലും തീരുമാനമായിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ. പുതുയുഗ യാത്രയ്ക്കിടെ പ്രസംഗത്തിന് ക്ഷണിച്ച ശേഷം പടക്കം പൊട്ടിച്ച പ്രവർത്തകരോട് ക്ഷുഭിതനായി VD സതീശൻ. CPMുമായി ഇടഞ്ഞ നടൻ പ്രേംകുമാറിനെ കോൺഗ്രസിലെത്തിക്കാൻ തിരക്കിട്ട നീക്കം. കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചന. നേതൃത്വം ചർച്ച നടത്തിയെന്ന വാർത്ത തള്ളി പ്രേംകുമാർ. ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് മാറ്റിയ നടപടിയിൽ ഇരട്ട നീതിയെന്നും വിശദീകരണം. സ്വാഭാവികമായ നടപടി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്.